മരണം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. എന്നാൽ കൊണ്ടുവന്ന് വന്ന കാലനെ വരെ ചിരിപ്പിച്ച് പണ്ടാരമടക്കിയ തരത്തിലുള്ള കുറച്ച് കോമഡി മരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ചിരിച്ചു പോകും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SN World. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. ഇത് നടന്ന കാര്യങ്ങൾ നിങ്ങളോട് അവതരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞാനവരുടെ ജീവനെയൊക്കെ നല്ല രീതിയിൽ തന്നെ വിലമതിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ഗാരിഹോ എന്നു പേരുള്ള ലോയർ കം എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ്. ആളൊരു ബുദ്ധിജീവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ മുഴുവൻ കമ്പനി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗാരിഹോയുടെ അടുത്തേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസാകട്ടെ ബിൽഡിങ്ങിൻ്റെ 24ാമത്തെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നില മുഴുവനായിട്ടും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗ്യാരിക്കൊരു പതിവുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ മടി കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടിച്ചെന്ന് ഈ ഒരു ചില്ലിലേക്ക്, ഈ ഒരു ഗ്ലാസ്സിലേക്ക് അദ്ദേഹം എടുത്തു ചാടുമായിരുന്നു. ഈ ഒരു അവസരത്തിൽ കണ്ടു നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഭയപ്പെട്ടു പോവുകയും ഭയങ്കരം ഒരു ആശ്ചര്യം തോന്നുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാത്രവുമല്ല അതൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ചാടിക്കഴിഞ്ഞാൽ അപകടമൊന്നും സംഭവിക്കില്ല എന്ന ഒരു ഉറപ്പ് കൂടി ഗാരിക്കുണ്ടായിരുന്നു. ഗാരി ഈ ഒരു പ്രവൃത്തി പുതുതായിട്ട് ആര് വന്നു കഴിഞ്ഞാലും അവരുടെ മുമ്പിൽ അങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം ഗാരി ഇത്തരത്തിൽ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ മടി കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് നേരെ ഒരു ഗ്ലാസ് എടുത്ത് ചാടുകയാണ്. ഇപ്രാവശ്യം ഗ്ലാസ്സിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചില്ല. എന്നാൽ ഗ്ലാസ് ഉറപ്പിച്ച ഫ്രെയിമോട് കൂടിയിട്ട് ഗാരി നേരെ താഴോട്ട് പോവുകയും അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് സ്വർഗത്തിലോട്ട് യാത്രയാവുകയും ചെയ്തു. ഇതാണ് ഗാരിഹോയുടെ മരണമെന്ന് പറയുന്നത്. ചില സമയങ്ങളിലൊക്കെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ക്ലെമന്റ് എന്നു പേരുള്ള 50 വയസ്സ് പ്രായമായിട്ടുണ്ടായിരുന്ന ഒരു വക്കീലാണ്, ഒരു ലോയറാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു ക്ലൈൻറ്റ് വരികയാണ്, ഒരു കൊലപാതകയായിട്ടുള്ള ക്ലൈൻറ്റ് വരികയാണ്. എന്നാൽ അദ്ദേഹം കോടതിയിലെത്തിയ സമയത്ത് ഇതൊരു കൊലപാതകമല്ല, ഇതൊരു ആത്മഹത്യയാണ്, മരിച്ച വ്യക്തി തോക്കുപയോഗിച്ചുകൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്തത് എന്ന് വാദിക്കുകയാണ്. അതിനൊന്നുകൂടി ഒന്ന് പെർഫെക്ഷനായി എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അദ്ദേഹം ചെറിയൊരു കാര്യങ്ങൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ തൻ്റെ കയ്യിലുള്ള 2 തോക്കുകളിൽ ഒന്നിലെ ബുള്ളറ്റ് മുഴുവനായിട്ടും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു തോക്ക് ഫുള്ളായിട്ട് ലോഡ് ചെയ്തിട്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു തോക്ക് എടുത്തുകൊണ്ടായിരുന്നു ക്ലെമന്റ് നേരെ കോടതിയിലേക്ക് അന്നേ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ജഡ്ജിക്ക് മുമ്പാകെ ചെന്നു നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ആത്മഹത്യ നടന്നിട്ടുള്ളത് എന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് വെടിവെച്ചുകൊണ്ട് ക്ലെമന്റ് കാണിച്ചു കൊടുക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ ആ ഒരു കേസ് ജയിച്ചു. എന്നാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്ലെമന്റ് തട്ടിപ്പോയി. ഉണ്ട മുഴുവൻ ഒഴിവാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തോക്കിന് പകരം ക്ലെമന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വെടിവെച്ചതും ആള് തട്ടിപ്പോയതും ഒരേ സമയത്ത് തന്നെയായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഹാസ്റ്റേഞ്ചർ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ്. ഓസ്ട്രേലിയയിലെ ചെറിയൊരു ഗ്രാമത്തിലെ മേയറായിരുന്നു ഈ ഒരു ഹാസ്റ്റേഞ്ചർ എന്ന് പറയുന്ന വ്യക്തി. ഭയങ്കര ജനസമ്പന്നതയായിരുന്നു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര നീളത്തിലുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള താടി ഉണ്ടായിരുന്നു. 4.5 അടിയോളമായിരുന്നു അദ്ദേഹത്തിൻ്റെ താടിയുടെ നീളം എന്ന് പറയുന്നത്. അദ്ദേഹം ഭയങ്കര കെയർ ചെയ്തിട്ട് ഓമനിച്ചിട്ട് തലോടിക്കൊണ്ടായിരുന്നു ഈ ഒരു താടിയെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് അദ്ദേഹം പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ 1542 അവിടെ ഒരു തീപിടുത്തം നടക്കുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താണ്. എന്നാൽ അവസാനം ഹാസ്റ്റേഞ്ചർ അന്ന് മരിച്ചു വീഴുകയാണ് ചെയ്തത്. ഒരിക്കലും തീപിടുത്തം കൊണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ചത്, ഒരിക്കലും താടിക്ക് തീ പിടിച്ചു കൊണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് പിന്നെ അദ്ദേഹം മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീപിടുത്തത്തിനിടെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും താടി നേരെ
നിലത്തോട്ട് വീഴുകയും ആ താടിയിൽ ചവിട്ടി കഴുത്ത് ഒടിഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചു കാണില്ല താൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഈ താടി തന്നെയായിരിക്കും തന്നെ ഘാതകനായിട്ട് മാറുക എന്ന് പറയുന്നു. ഭയങ്കര ഒരു കോമഡി നിറഞ്ഞതും അതുപോലെ തന്നെ സങ്കടവും നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്വന്തമായിട്ട് ഭയങ്കര കെയർ ചെയ്തുകൊണ്ട് താടി വളർത്തിയിട്ട് ആ താടി കൊണ്ട് തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ 4-ാമതായിട്ട് വരുന്നത് ഫ്രാൻസ് റിസർച്ചർ എന്നു പേരുള്ളൊരു ടൈലറാണ്. 1911 കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പാരച്യൂട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അദ്ദേഹം ടൈലർ ആയതുകൊണ്ട് തന്നെ വളരെയധികം ചിന്തിച്ച് മനോഹരമായിട്ട് വീണ് കഴിഞ്ഞാൽ, ഉയരത്തിൽ നിന്നും വീണ് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും മനുഷ്യർക്ക് സംഭവിക്കാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പാരച്യൂട്ട് നിർമ്മിച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്ന് അദ്ദേഹം നേരെ താഴോട്ട് ചാടുകയാണ്. ആ അവസരത്തിൽ ആൾ മരിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയ രീതിയിലുള്ളൊരു പരിക്ക് പറ്റി, അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ചെറിയൊരു ഉയരത്തിൽ നിന്നും ചാടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പാരച്യൂട്ട് വർക്ക് ആവാതിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ വലിയൊരു ഉയരത്തിൽ നിന്നും ചാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാരച്യൂട്ട് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുമെന്ന്. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തുകയാണ്. 1 വർഷത്തോളം അദ്ദേഹം കോടതിയുടെയും അതുപോലെ തന്നെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയൊക്കെ പുറകെ നടന്നതിന് ശേഷം ഈഫൻ ടവറിന് മുകളിൽ നിന്നും താഴേക്ക് ഈ ഒരു പാരച്യൂട്ട് കൊണ്ട് താഴേക്ക് ചാടി പരീക്ഷണം നടത്താനുള്ളൊരു അനുമതി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരീക്ഷണം കാണാൻ വേണ്ടിയിട്ട് ഈഫൻ ടവറിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ട് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം, ഒരു ഡമ്മിയെ ഉപയോഗിച്ചു കൊണ്ടായിരിക്കും ഫ്രാൻസ് റിസർച്ചർ ഇത്തരത്തിലുള്ളൊരു പരീക്ഷണം നടത്തുക എന്നതായിരുന്നു. എന്നാൽ അവസാന നിമിഷമാണ് എല്ലാവരും അറിഞ്ഞത് അദ്ദേഹം തന്നെയാണ് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പാരച്യൂട്ടും എടുത്തുകൊണ്ട് ചാടുന്നതെന്ന്. താഴെ നിന്ന് ആളുകൾ മുകളിലോട്ട് നോക്കിയിട്ട് വിളിച്ചു പറയുന്നു, ചാടല്ലേ 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 എന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും നോക്കിയില്ല. അദ്ദേഹം കോൺഫിഡൻസോട് കൂടിയിട്ട് താഴേക്കൊരു ഒറ്റ ചാട്ടം ചാടി. എന്നാൽ അതിനേക്കാൾ വേഗത്തിലായിരുന്നു അദ്ദേഹം നേരെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചാട്ടത്തോട് കൂടിയിട്ട് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സമയങ്ങളിലൊക്കെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന് വരെ കാരണമാകുമെന്നുള്ളൊരു മെസ്സേജ് കൂടെ ഈ ഒരു മരണത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 5-ാമതായിട്ട് വരുന്നത് മാർക്കിൻ്റെയും അതുപോലെ തന്നെ അയാളുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ട്രേസിയുടെയും കാര്യമാണ്. 1996 രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. അവരുടെ മെയിനായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് മാർക്ക് രാത്രിയിൽ വളരെ ഉച്ചത്തിൽ തന്നെ കൂർക്കം വലിക്കുന്നുണ്ട് എന്നായിരുന്നു. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ചു കാലം മുമ്പ് നടന്നിട്ടുള്ളൊരു ആക്സിഡൻറ്റിൽ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതകാലം മുഴുവനും അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിർത്താനായിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല എന്ന് ഡോക്ടർ മാർക്കിനോട് പറയുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും, മാർക്കും ട്രേസിയും അതിങ്ങനെ വിട്ടുകളയാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഒരുപാടധികം സ്ലീപ്പിംഗ് വിൽസ് മാർക്ക് എടുത്ത് കഴിക്കുകയും അതേപോലെ തന്നെ 2 ടാമ്പോൺസ് എടുത്ത് മൂക്കിൽ കയറ്റി വെക്കുകയും കുറച്ച് വൈൻ എടുത്ത് കുടിക്കുകയും ചെയ്തിട്ട് നൈസായിട്ട് അദ്ദേഹം പോയിട്ടൊരു സോഫയിൽ കിടന്നുറങ്ങുകയാണ്. ആ ഒരു പരീക്ഷണം 100% സക്സസ് ആയിരുന്നു. അന്നു മുതൽ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ട്രേസിക്ക് മാർക്കിൻ്റെ ഈ ഒരു ഉറക്കെയുള്ള ഉച്ചത്തിലുള്ള ഈ ഒരു കൂർക്കം വലി കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം അന്നത്തോടു കൂടിയിട്ട് മാർക്കിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂർക്കം വലി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇജ്ജാതി പരീക്ഷണങ്ങൾ നടത്തിയെങ്കിൽ പോലും അന്നത്തോടു കൂടിയിട്ട് ആ കൂർക്കം വലിയും അദ്ദേഹത്തിൻ്റെ കഥയും എന്നേക്കുമായിട്ട് തീരുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂക്കിലിട്ട് ടാമ്പോൺസ് കുത്തികയറ്റിയത് കൊണ്ട് തന്നെ ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടും ഭയങ്കരം അമിതമായിട്ടുള്ള ഡോസേജിൽ ഈ ഒരു സ്ലീപ്പിംഗ് വിൽസ് കഴിച്ചത് കൊണ്ടുമായിരുന്നു മാർക്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6-ാമതായിട്ട് വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് കൊറിയയിൽ നടന്നിട്ടുള്ള ചെറിയൊരു സംഭവമാണ്. 45 വയസ്സ് പ്രായമുള്ള മിസ്റ്റർ ലീ എന്ന പേരുള്ള ഒരു വ്യക്തി വലിയൊരു ഷോപ്പിംഗ് മാളിൽ പോവുകയാണ്. അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇങ്ങനെ മാളിൻ്റെ മുകളിലത്തെ നിലയിലൊക്കെ ചെന്നു. അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. എന്നാൽ അദ്ദേഹം ലിഫ്റ്റിനടുത്ത് എത്തുമ്പോഴേക്ക് തന്നെ ലിഫ്റ്റ് അടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ മിസ്റ്റർ ലീക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയാണ്. അദ്ദേഹം അപ്പോൾ ചെയ്തത് തൻ്റെ വീൽ ചെയർ കൊണ്ട് നേരെ മുമ്പോട്ട് ചെന്നിട്ട് ലിഫ്റ്റിൻ്റെ ഡോറിൻ്റെ ബാക്കിലോട്ട് വരിക, ലിഫ്റ്റിൻ്റെ ഡോറിൽ ഇടിക്കുക, ബാക്കിലോട്ട് വരിക, ലിഫ്റ്റിൻ്റെ ഡോറിൽ ഇടിക്കുക,
ബാക്കിലോട്ട് വരാം. ഈ ഒരു പ്രവൃത്തിയായിരുന്നു. 3-4 തവണ ഇതങ്ങനെ ആവർത്തിച്ചപ്പോൾ അവസാനം സഹിക്കട്ട സമയത്ത് ലിഫ്റ്റിൻ്റെ ഡോർ അങ്ങോട്ട് മാറിക്കൊടുക്കുകയാണ്. മിസ്റ്റർ ലീ നേരെ ചെന്ന് ചാടിയത് 19 അടി താഴ്ചയിലേക്കായിരുന്നു. താഴോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ച മിസ്റ്റർ ലീ ഓൺ ദ സ്പോട്ടിൽ തന്നെ മുകളിലോട്ട് പോയി. ഇതാണ് പറയുന്നത് ക്ഷമ ആട്ടിൻ സോപ്പിൻ്റെ ഫലം ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ കോമഡികൾ നിറഞ്ഞിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഡെത്തുകളുടെ വിശേഷങ്ങൾ. നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഈ മരിച്ച ആളുകളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, മരിച്ച ആളുകളുടെ ജീവനുകൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത്. മരണം എന്നുള്ളൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതിലൊന്നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.